ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. ഒരു പുതിയ ഒരു കാര്യം ചില അറിയാത്ത ആളുകൾക്ക് കേട്ടോ. അറിയുന്ന ആളുകൾ കുറച്ചുകൂടെ ക്ഷമിക്കുക. പിന്നെ ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ വിശദീകരണം നൽകാൻ കഴിയുന്ന ആളുകൾക്ക് മൈക്കിൽ വന്ന് വിശദീകരണം നൽകുകയും ചെയ്യാം. കാരണം ഇതൊന്നും ഇങ്ങനത്തെ ഈ വിവരങ്ങളൊന്നും പൂർണ്ണമായിക്കൂല. നമ്മളടുത്തുള്ള വിവരങ്ങൾ മറ്റുള്ളവരായിട്ട് കൈമാറുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരമുള്ള ആളുകൾക്ക് അത് റൂമിൽ മൈക്ക് എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടേ പറ്റൂന്നേ ഉള്ളൂ. നമ്മൾ വേറെ രീതിയിലൊന്നും ഇതിനെ കാണാൻ പാടില്ല. വളരെ മാന്യമായിട്ട് മൈക്കിൽ ഇടപെടാൻ കഴിയുന്നവർക്ക് മൈക്കിൽ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ മെനയാതെ ഞാൻ പറഞ്ഞിരുന്നു യൂസർ ബ്ലോക്ക്. അതായത് വീട്ടിൽ കുട്ടികൾ കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത്, കുട്ടികൾ നമ്മളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ കമ്പ്യൂട്ടർ ഏൽപ്പിച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു കിടത്തുമ്പോഴേക്ക് കമ്പ്യൂട്ടറൊക്കെ തല തിരിഞ്ഞു കാണും. കാരണം നല്ല വിദ്വാന്മാരെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പിന്നെ ചെറിയ ടെക്നിക്കൊന്നുമല്ല അവരുടെ അടുത്തുണ്ടാവുക. നമ്മളൊക്കെ ഉദ്ദേശിച്ചതിനൊക്കെ എത്രയോ അപ്പുറം എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ഒരുപാട് വിക്രസുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാം. അതെ, രണ്ട് രീതിയിൽ യൂസർ ബ്ലോക്ക് ഉപയോഗിക്കും. ഒന്ന്, വെറും സാധാരണ ഒരു യൂസർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ യൂസർ ഉണ്ടാവും കമ്പ്യൂട്ടറിന്, ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ. ആ യൂസറിൽ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് ആ യൂസറിൽ നിന്നും ഒരു ലിമിറ്റഡ് ആക്സസ് കൊടുത്തുകൊണ്ട് വേറൊരു യൂസർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ യൂസർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തൽക്കാലം. എന്നാലും മറ്റേ രണ്ടാമതുണ്ടാക്കിയ യൂസർ നമ്മൾ സാധാരണ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ യൂസർ നമ്മുടെ കൺട്രോൾ പാനലിൽ പോയിട്ട് പിന്നെ യൂസർ അക്കൗണ്ട്സ് എടുക്കുക. യൂസർ അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് 7-ലാണെങ്കിലാണ് കൂടുതൽ ഇത് ഞാനീ പറഞ്ഞ കാര്യം പ്രായോഗികം. വിൻഡോസ് XP-യിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. വിൻഡോസ് 7-ലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിൻഡോസ് 7-ആണ്. XP ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൽ യൂസർ അക്കൗണ്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ കാണാം എത്ര യൂസർ ഇതിലുണ്ടെന്ന്. ഇപ്പോൾ നിലവിൽ ഈ കമ്പ്യൂട്ടറിൽ എത്ര യൂസറുകളാണ് ഇതിലിപ്പോൾ നിലവിലുള്ളത്, നമ്മൾ ആക്റ്റീവായി കിടക്കുന്നതും ഡീആക്റ്റീവായി കിടക്കുന്നതും ഒക്കെ അതിൽ കാണും. അതിൽ ഇപ്പോൾ മെയിൻ യൂസർ ആണെങ്കിൽ അതിൻ്റെ താഴെ അഡ്മിനിസ്ട്രേറ്റർ, പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്, ഇങ്ങനെ രണ്ട് ടെക്സ്റ്റ് അതിൻ്റെ അടിയിൽ അഡീഷണൽ ആയിട്ട് കാണാം. അതിൽ അഡ്മിനിസ്ട്രേറ്റർ യൂസറും ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലാത്ത യൂസറുകളും ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റർ അല്ലാത്ത യൂസർ ആണെങ്കിൽ നിങ്ങൾ മാനേജ് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാൻഡേർഡ് യൂസർ എന്നും ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ യൂസർ എന്നും ഉണ്ടാവും. അതിൽ നിങ്ങൾ യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂസറാണ് ഈ സെക്കൻഡ് യൂസർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ ഫുൾ ആക്സസ് ആ സെക്കൻഡ് യൂസർക്ക് കൊടുക്കാൻ പാടില്ല. സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ പേരൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുക. അത് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താലേ ഞാൻ ഈ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് യൂസർ ക്രിയേറ്റ് ചെയ്തു. ഒരു സ്റ്റാൻഡേർഡ് യൂസർ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് യൂസർ വേറെ നിലവിലുണ്ട് താനും. ഈ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് യൂസർ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഞാനീ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം ഒരു അഡ്മിനിസ്ട്രേറ്റർ, നമ്മളെ മെയിൻ അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും അത് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെയിൻ യൂസറിൽ നിന്നുകൊണ്ട് ഒരു അഡീഷണൽ യൂസർ ക്രിയേറ്റ് ചെയ്യുക. ആ യൂസർ സ്റ്റാൻഡേർഡ് യൂസർ എന്ന ഓപ്ഷനിലേക്ക് മാറ്റുക. അഡ്മിനിസ്ട്രേറ്റർ ആക്കാതെ സ്റ്റാൻഡേർഡ് യൂസർ ആക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ മെയിൻ ഈ യൂസറിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ആക്ഷൻ സെൻറ്റർ എന്ന് കാണാം. ഇപ്പം നിങ്ങൾ കൺട്രോൾ പാനലിൽ പോയാൽ കാണാം ആക്ഷൻ സെൻറ്റർ. നമ്മൾ മിക്കവാറും മേലെ തന്നെ കാണാം ഒരു കൊടിൻ്റെ ചിഹ്നമൊക്കെ ആയിട്ട്. അത് ഓപ്പൺ ചെയ്യുക. ഈ ആക്ഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ടാസ്ക് ബാറിൽ താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ ഒരു കൊടീൻ്റെ ചിഹ്നം ഉണ്ടാവും. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആക്ഷൻ സെൻറ്ററിലേക്ക് പോവുക. ആക്ഷൻ സെൻറ്ററിലേക്ക് പോയതിന് ശേഷം അവിടെ ചേഞ്ച് യൂസർ അക്കൗണ്ട് കൺട്രോൾ സെറ്റിങ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാം.
ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു ചിഹ്നമൊക്കെ ആയിട്ട് ഇതൊരു പ്രോഗ്രാം ആണെന്ന് കാണിക്കുന്ന ഒരു ചിഹ്നമൊക്കെ കാണിച്ചിട്ട് ചേഞ്ച് യൂസർ അക്കൗണ്ട് കൺട്രോൾ സെറ്റിങ്സ് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റാറ്റസ് വരും, നോട്ടിഫൈ, ആൾവേസ് നോട്ടിഫൈ, നെവർ നോട്ടിഫൈ. ഈ പറയുന്ന സാധനം ഒരു ബാറാണത്. അങ്ങനെ താഴ്ത്താനും പൊക്കാനും സാധിക്കുന്ന ഒരു കൺട്രോൾ അതിൻ്റെ മുകളിലുണ്ടാവും, ഒരു ബട്ടൺ അതിൻ്റെ മുകളിലുണ്ടാവും. അത് ഏറ്റവും മേലെ കൊണ്ടുവെക്കുക. വിൻഡോസ് പ്ലസ് ഷോർട്ട് കട്ട് അത് അവിടെ അടിച്ചണം. അത് ഏറ്റവും മേലേക്ക് കൊണ്ടുവെക്കുക. ഈ പറയുന്ന സാധനം ഈ നോട്ടിഫൈ, ആൾവേസ് നോട്ടിഫൈ, നെവർ നോട്ടിഫൈ, ഈ പറയുന്ന ഈ സാധനത്തിന്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആ സാധനം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റിയ സാധനം, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഏറ്റവും ടോപ്പ് കൊണ്ടുവെക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു റീസ്റ്റാർട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഒരു വാർണിംഗ് മെസ്സേജ് വരും, കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യൽ അത്യാവശ്യമാണെന്ന്. ആ റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, അത് പറയുമ്പോൾ ആ റീസ്റ്റാർട്ടിൻ്റെ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അടുത്തത് നമ്മൾ നേരെ, ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സ്റ്റാൻഡേർഡ് യൂസർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് യൂസറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആ മെയിൻ യൂസറിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ യൂസറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് യൂസറിൽ ലോഗിൻ ചെയ്യാം. അവിടെ ലോഗിൻ ചെയ്ത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ യൂസറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഈ അഡ്മിനിസ്ട്രേറ്റർ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത പാസ്വേഡ്, അതായത് അഡ്മിനിസ്ട്രേറ്റർ യൂസറിലേക്ക് കയറണമെങ്കിൽ ഒരു പാസ്വേഡ് വേണമല്ലോ. പാസ്വേഡ് ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ യൂസറിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രണ്ടാമത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ യൂസറിൽ എന്ത് വർക്കും ചെയ്യാൻ പറ്റും. എന്ത് വർക്കും ഉദ്ദേശിച്ച് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഇതിൻ്റെ പ്രോഗ്രാമുകൾ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് വേണം. ഈ പാസ്വേഡ് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒന്നും ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഈ കുട്ടികൾ നമ്മുടെ കമ്പ്യൂട്ടർ വെറുതെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ പിന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളെ പ്രോഗ്രാം സെറ്റിങ്സൊക്കെ കേടുവരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സംഭവമാണിത്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ നല്ല ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കാൻ ഫയൽ പ്രൊട്ടക്ടർ വേറെ ഉണ്ട്. അത് ഫയൽ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ വേറെ 2-3 ടെക്നിക്കുകളുണ്ട്. അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡ് യൂസറെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് പരമാവധി മറ്റുള്ള കുട്ടികൾക്കും മറ്റുമൊക്കെ, വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ ആ യൂസറിൽ അവർ ഉപയോഗിക്കാൻ കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂസർ, മെയിൻ അഡ്മിനിസ്ട്രേറ്റർ യൂസർ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ നമ്മളെ കമ്പ്യൂട്ടർ കേടുവരാതിരിക്കാൻ എത്രയോ നല്ലതാണ്. പക്ഷേ ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഈ പാസ്വേഡ് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അതെ. അപ്പം അങ്ങനത്തെ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഒരു ഫയലുകൾ നമ്മൾ സാധാരണ ഫയലിന് നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ പറ്റും. ഒരു ഫയല് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിന് അതൊരു പാസ്വേഡ് വെച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതിലും നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ അതിനാവശ്യമുള്ളത് WinRAR എന്ന് പറയുന്നൊരു ഇതുണ്ട്. സാധാരണ നമ്മൾ ചില ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ പുസ്തകം അട്ടി വെച്ച പോലെ. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ ന്യൂ എന്നടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു WinRAR ആർക്കൈവ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം, അല്ലെങ്കിൽ WinRAR സിപ്പ് ആർക്കൈവ് എന്നെല്ലാം പറഞ്ഞിട്ട് കാണാം. അത് ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യൂ, ഈ WinRAR എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫയൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതെ. അതൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഫയല്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫയൽ എന്ത് ചെയ്യുക, പിന്നെ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഉദാഹരണത്തിന് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് എന്തെങ്കിലും ഒരു ഫയൽ നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഇടുക. ഒരു സെക്കൻഡ്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക,
ഈ ഫയലിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കംപ്രസ് ആൻഡ് ഇമെയിൽ എന്നൊരു ഓപ്ഷൻ കാണും. ഈ വിൻഡാറിന്റെ ചിഹ്നം കാണുന്ന അവിടെ ആ ചിഹ്നത്തിൽ കംപ്രസ് ആൻഡ് ഇമെയിൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേലെ ജനറൽ, അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്, ഫയൽസ്, ബാക്കപ്പ്, ടൈം, കമന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കാണാം മേലെ. അതിൽ ജനറലിലേക്ക് വരിക. ജനറലിന് താഴെ സെറ്റ് പാസ്വേഡ്, അതവിടെ ഒരു സെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ എന്തായി? പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലായി. വീണ്ടും ഓക്കെ അടിച്ചാൽ പിന്നെ ഈ ഫയൽ ഒരു വിൻഡാർ ഇതിലേക്ക് പോവും. ക്രിയേറ്റിംഗ് ആർക്കൈവ് ന്യൂ ഫോൾഡർ എന്നെല്ലാം പറഞ്ഞിട്ട് വരും. പിന്നെ ഒരു എറർ മെസ്സേജ് വരും. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് പ്രൊഫൈൽ ഹാവ് ബീൻ ക്രിയേറ്റഡ് അങ്ങനെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് ഓക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത് വരുന്ന കനോട്ട് മെയിൽ ദ ഫയൽ ന്യൂ ഫോൾഡർ .rar അവിടെ എന്ത് ചെയ്യുക? അത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മൾക്ക് എന്തായി? ഈ ഫയൽ ഒരു പ്രൊട്ടക്റ്റഡ് ഫയലായി മാറി. പിന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എപ്പോഴും അവിടെ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള കണ്ടന്റുകളൊന്നും എന്ത് ചെയ്യില്ല, ആരും കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ഈ കണ്ടന്റുകൾ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും ആരും ശ്രമം നടത്തൂല. അപ്പോൾ അതുകൊണ്ട് ഇതും പരമാവധി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരമാവധി ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം മെല്ലെ മെല്ലെ ചെയ്തു നോക്കിയാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ചിലതൊക്കെ മനസ്സിലാവും, ചിലതൊന്നും മനസ്സിലാവില്ല. പിന്നെ 1-2 പ്രാവശ്യം എന്താ സുഹൃത്ത് ചോദിച്ചാൽ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പം അത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഓരോന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോൾ പഠിക്കാൻ പറ്റും. നേരത്തെ സത്യസ്ത പറഞ്ഞ പോലെ